ഹായ് ഫ്രണ്ട്സ്, ലിത്വാനിയൻ സ്റ്റുഡൻറ്റ് വിസ സ്ലോട്ട് കിട്ടാനായി സ്ട്രഗിൾ ചെയ്യുന്ന സ്റ്റുഡൻസിന് സ്വന്തമായി തന്നെ VFS സ്ലോട്ട് ബുക്ക് ചെയ്യാവുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, മൈഗ്രസ് ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്ത സ്റ്റുഡൻസിന് മാത്രമേ വാലിഡ് ആയിട്ടുള്ള ഡേറ്റ്സ് ഓപ്പൺ ആവുകയുള്ളൂ. വിസ സ്ലോട്ട് എങ്ങനെ ബുക്ക് ചെയ്യണമെന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ കാണുന്നത്. മൈഗ്രസ് ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആയ സ്റ്റുഡൻസിന് നമ്മൾ കൊടുത്തിരിക്കുന്ന മെയിൽ ID-ലോട്ട് മെയിൽ വരുന്നതായിരിക്കും. ഇതിൽ യുവർ ആപ്ലിക്കേഷൻ ഹാസ് ബീൻ ട്രാൻസ്മിറ്റഡ് ടു ദ എക്സ്റ്റേണൽ സർവീസ് പ്രൊവൈഡർ ഇന്ത്യ എന്നൊരു ക്യാപ്ഷനും കൂടി ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ള സ്റ്റുഡൻസിന് മാത്രമേ വാലിഡ് ആയിട്ട് എടുക്കാൻ പറ്റുള്ളൂ. ഈ മെയിലിൽ തന്നെ നമുക്ക് ഡേറ്റ് എടുക്കാനുള്ള ലിങ്ക് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. സോ അത് ക്ലിക്ക് ചെയ്യാം. ടെമ്പററി റെസിഡൻസ് പെർമിറ്റ് നാഷണൽ സർവീസ് എടുക്കാം. ഇവിടെ നമ്മുടെ കൺട്രി സെലക്ട് ചെയ്ത് കൊടുക്കാം. VFS ഗ്ലോബലിന്റെ സൈറ്റ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. സോ അത് സെലക്ട് ചെയ്യാം. നമ്മൾ അപ്ലൈ ചെയ്യാൻ പോണത് സ്റ്റുഡന്റ് ടെമ്പററി റെസിഡൻസ് പെർമിറ്റിന് വേണ്ടിയാണ്. അത് സെലക്ട് ചെയ്യാം. ബുക്ക് ആൻ അപ്പോയിന്റ്മെന്റ്. നമ്മൾ ഡയറക്റ്റ് ചെയ്യുന്നത് VFS ഗ്ലോബലിന്റെ സൈറ്റിലോട്ടാണ്. സോ ഇതിൽ അക്കൗണ്ട് ഇല്ലാത്തവർ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. നമുക്ക് സിമ്പിൾ ആയിട്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ മെയിൽ ID, ഫോൺ നമ്പർ യൂസ് ചെയ്തിട്ട് നമ്മുടെ മെയിൽ ID ഇവിടെ കൊടുക്കാം. ദെൻ ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാം. കൺഫേം പാസ്വേഡ് കൊടുക്കാം. നമ്മളുടെ ഫോൺ നമ്പർ കൊടുക്കാം വിത്ത് കോഡ്. ദെൻ ഇതെല്ലാം ടിക്ക് ചെയ്ത് കൊടുക്കാം. സബ്മിറ്റ് ചെയ്താൽ നമ്മൾ കൊടുത്തിരിക്കുന്ന മെയിൽ ID-ലോട്ട് ഒരു ആക്ടിവേഷൻ ലിങ്ക് പോകും. അത് ആക്ടിവേറ്റ് ചെയ്ത് കൊടുക്കും. ഞാൻ ഓൾറെഡി അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തേക്കുന്നതുകൊണ്ട് ഞാൻ ആക്ടിവേറ്റ് ചെയ്തിരിക്കുന്ന മെയിൽ ID യൂസ് ചെയ്തിട്ട് ലോഗിൻ ചെയ്യുക. പാസ്വേഡ് കൊടുക്കാം. സ്റ്റാർട്ട് ന്യൂ ബുക്കിംഗ് ക്ലിക്ക് ചെയ്യാം. ഈ ഒരു പേജിൽ നമുക്ക് കൊടുക്കേണ്ടത് നമ്മുടെ ആപ്ലിക്കേഷൻ അപ്പോയിന്റ്മെന്റ് ഡീറ്റെയിൽസ് ആണ്. സോ നമ്മൾ ആപ്ലിക്കേഷൻ സെന്റർ വരുന്ന ന്യൂഡൽഹിയാണ്. ഇന്ത്യയിൽ ആകെ ഒരു സെന്റർ വരുന്നുള്ളൂ. നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്ന അപ്പോയിന്റ്മെന്റ് TRPക്ക് വേണ്ടിയിട്ടാണ്. അതായത് ടെമ്പററി റെസിഡൻസ് പെർമിറ്റ്. നമ്മുടെ സബ് കാറ്റഗറി സെലക്ട് ചെയ്യുക. TRP ടെമ്പററി റെസിഡൻസ് പെർമിറ്റ് സെലക്ട് ചെയ്യാം. നമുക്ക് ഏർലിയസ്റ്റ് ആയിട്ടുള്ള സ്ലോട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. കണ്ടിന്യൂ കൊടുക്കാം. ആപ്ലിക്കേഷൻ സെൻറ്റർ നമ്മൾ സെലക്ട് ചെയ്തിട്ട് നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് കൊടുക്കുന്ന ഒരു പേജിലോട്ടാണ് നമ്മൾ ഡയറക്റ്റ് ചെയ്യുക. ഇവിടെ നമ്മുടെ മൈഗ്രസ് ഡീറ്റെയിൽസാണ് കൊടുക്കുന്നത്. നമ്മുടെ പാസ്പോർട്ടിലെ ഡീറ്റെയിൽസ് പോലെ വേണം ഇത് ഫില്ല് ചെയ്യാനായിട്ട്. ഫസ്റ്റ് മൈഗ്രസ് ആപ്ലിക്കേഷൻ നമ്പറാണ് ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത്. സോ അത് സ്റ്റാർട്ട് ചെയ്യുന്നൊരു 4 ഡിജിറ്റ് വെച്ച് സ്റ്റാർട്ട് ചെയ്യും. ദെൻ ആൽഫബറ്റ് വീണ്ടും ഡിജിറ്റ്സ് ആയിട്ടാണ് വരിക. അത് കൊടുത്തതിന് ശേഷം നമ്മളുടെ പേരാണ് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. ഫസ്റ്റ് നെയിം കൊടുക്കുക. പാസ്പോർട്ടിലെ പോലെ ഫസ്റ്റ് നെയിം വേണം കൊടുക്കാൻ. ദെൻ നമ്മുടെ സെക്കൻഡ് നെയിം, ലാസ്റ്റ് നെയിം കൊടുക്കാം. ഇതും പാസ്പോർട്ടിൽ എങ്ങനെയാണോ അതേപോലെ വേണം ചെയ്യാനായിട്ട്. ദെൻ നമ്മുടെ ജെൻഡർ സെലക്ട് ചെയ്യുക. ജെൻഡർ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കാം. ദെൻ നമ്മുടെ കറൻറ്റ് നാഷണാലിറ്റി സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇന്ത്യ സെലക്ട് ചെയ്യാം. ദെൻ നമ്മുടെ പാസ്പോർട്ട് നമ്പർ കൊടുക്കാം. ദെൻ നമ്മുടെ പാസ്പോർട്ട് ഡേറ്റ് ഓഫ് എക്സ്പയറി കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കോൺടാക്ട് നമ്പറാണ് കൊടുക്കേണ്ടത്. കോൺടാക്ട് ഡീറ്റെയിൽസ് കൊടുക്കാം. ഫസ്റ്റ് ഫോൺ നമ്പർ, നമ്മുടെ ഫോൺ നമ്പർ കൊടുക്കാം. ഫോൺ നമ്പർ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വിത്ത് പിൻ കോഡ് വേണം കൊടുക്കാനായിട്ട്. സോ 91 കൊടുക്കാം. ദെൻ നമ്മുടെ മെയിൽ അഡ്രസ്സ് കൊടുക്കാം. സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ദെൻ കണ്ടിന്യൂ കൊടുക്കാം. ഇനി വരുന്നത് നമ്മൾ ഡേറ്റാണ് വരുന്നത്. നമ്മൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഡേറ്റ്സ് ക്ലിക്ക് ചെയ്യാം. അവൈലബിൾ ആയിട്ടുള്ള സ്ലോട്ട് ബുക്ക് ചെയ്തതിന് ശേഷം ഡേറ്റ് ക്ലിക്ക് ചെയ്യാം. ദെൻ അവൈലബിൾ ആയിട്ടുള്ള സ്ലോട്ടും ബുക്ക് ചെയ്യാം. സെലക്ട് ചെയ്ത് കൊടുക്കാം. കണ്ടിന്യൂ കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡയറക്റ്റ് ചെയ്യുന്നത് നമ്മൾ കൊടുത്തേക്കുന്ന ഡീറ്റെയിൽസ് ഒക്കെ റിവ്യൂ ചെയ്യുന്ന ഒരു പേജിലോട്ടായിരിക്കും. സോ അതിൽ നമ്മൾ സെൻറ്ററും കാര്യങ്ങളൊക്കെ നമ്മൾ കറക്റ്റ് ആയിട്ടാണ് കൊടുത്തത്. നമ്മൾ കൊടുത്തതിന് ഡീറ്റെയിൽസ് ഒക്കെ കറക്റ്റ് ആണെന്നൊന്ന് വ്യൂ ചെയ്ത് വിടുക. നമ്മൾ സ്ലോട്ട് ബുക്ക് ചെയ്തിരിക്കുന്ന സ്ലോട്ടിൻ്റെ ടൈമും കാര്യങ്ങളും ഉണ്ടാവും. നമുക്ക് പേയ്മെൻറ്റ്സും കാര്യങ്ങളൊന്നും ഡയറക്റ്റ് വെബ്സൈറ്റ് ത്രൂ ചെയ്യുവാണെങ്കിൽ നമുക്ക് പേയ്മെൻറ്റ്സോ അങ്ങനെയുള്ള അതൊന്നും വരില്ല. ദെൻ അക്സെപ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് കൺഫേം ചെയ്യാം. നമുക്ക് ഇതൊന്നുകൂടി നോക്കാം. നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഓക്കെ ആണോ എന്ന് നോക്കിയതിന് ശേഷം ഹോം എടുക്കുന്നതിന് പകരം ബുക്കിംഗ് ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്യാം. അവിടെ നമ്മളുടെ സ്ലോട്ട് അപ്പോയിൻമെൻറ്റ് കിട്ടുന്നതായിരിക്കും. ഈ അപ്പോയിൻമെൻറ്റ് ലെറ്റർ വെച്ചിട്ട് വേണം നമുക്ക്
VFS ചെല്ലുമ്പോൾ എൻ്റർ ചെയ്യാനായിട്ട്. സോ ഈ അപ്പോയിൻമെൻറ്റ് ലെറ്റർ ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾ ഒരു ഫോൾഡർ ചെയ്ത് സൂക്ഷിക്കേണ്ടതാണ്. നിങ്ങൾക്ക് ഇത് VFS ചെല്ലുമ്പോൾ ആവശ്യമുണ്ടായിരുന്നതാണ്. സോ VFS സ്ലോട്ട് എങ്ങനെയാണ് ബുക്ക് ചെയ്യുന്നതിൻ്റെ സ്റ്റെപ്സ് നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. സ്ലോട്ട് ഓപ്പൺ ആവുന്നതിൻ്റെ സ്പെസിഫിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ നമുക്ക് ഇല്ലാത്തത് കൊണ്ട് ഫ്രീക്വൻ്റ്ലി നിങ്ങൾ സൈറ്റ് ചെക്ക് ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ കൺസേൺസ് നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നതായിരിക്കും. സോ ഇതേപോലെയുള്ള അപ്ഡേറ്റ്സിന് സ്റ്റേ ട്യൂൺഡ്. താങ്ക് യു.